ഇതിൽ നിന്ന് എടുക്കേണ്ട ലെസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആർഗ്യുമെന്റിലേക്ക് പോകണ്ട. നമ്മൾ ഈ ഗ്രൂപ്പിന്റെ ആളാണ്, അല്ലെങ്കിൽ നമ്മളാണ് ഭൂമിയിലുള്ള ആകെ ഒരേ ഒരു സലഫികൾ, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും ഫോളോ ചെയ്യുന്ന ടീം നമ്മൾ മാത്രമാണ്, നിങ്ങളതല്ല, നമ്മൾ ഇതാണ്, നിങ്ങളതല്ല ആണല്ലോ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അങ്ങനെ അതിന്റെ പിന്നാലെ പോവാതെ, അതേപോലെ അങ്ങനത്തെ ആ ട്രാപ്പിൽ പെടാതെ, ഗ്രൂപ്പിസത്തിന്റെ ട്രാപ്പുകളിൽ ഏതെങ്കിലും, അതിന്റെ അർത്ഥം ഒരു ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ ആവരുത്, ഒരു ഗ്രൂപ്പിന്റെ പള്ളി പോകരുത്, ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യരുത് എന്നല്ല കേട്ടോ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച പള്ളികൾ, അല്ലെ, അവിടെ ദഅവയുടെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, നമുക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കെടുക്കണം. സുബ്ഹാനല്ലാഹ്. കാരണം ജമാഅത്ത് ഇല്ലാതെ ഇസ്ലാം ഇല്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതിനകത്തുള്ള ഈ ഒരു ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അല്ലെ, ഗ്രൂപ്പിസം, ഡിബേറ്റ്, ആർഗ്യുമെന്റ്, നാലാൾ കൂടുന്നിടത്ത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിനെ പേരെടുത്ത് പറഞ്ഞ് പുച്ഛിച്ച് പരിഹസിച്ച് അവരെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എടുത്ത് പറഞ്ഞ് ആ സംഭവത്തിൽ നമ്മൾ പോവാതെ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല കരിഞ്ഞു നൽകിയിട്ടുള്ള ഓരോ നിമിഷങ്ങളും, അല്ലെ, നമുക്ക് ബാക്കിയുള്ള ഓരോ നിമിഷവും അള്ളാഹിന്റെ അനുഗ്രഹമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള. ഓരോ നിമിഷവും ഉപയോഗിച്ചിട്ട് ആരാണ് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഇത്തിബാ ചെയ്യാം. ഓക്കെ, നമ്മളെ കഴിവിന്റെ ബെസ്റ്റ് ഇത്തിബാ ചെയ്യാം. ഇത്തിബാ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇഞ്ച് ബൈ ഇഞ്ച്, ഫൂട്ട് ബൈ ഫൂട്ട് ഫോളോ ചെയ്യലാണ്, അല്ലെ. ഒരു വ്യക്തി മുന്നേ നടന്നു പോകുമ്പോൾ, ഇപ്പോൾ ഒരു പുഴയിലൂടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും കാലടികൾ കാണാൻ പറ്റും, അല്ലെ. അപ്പം എവിടെയാണോ, എങ്ങനെയാണോ, ഏത് ആംഗിളിലാണോ കാല് വെച്ചത്, അതേ ആംഗിളിൽ കാല് വെച്ചിട്ട് പിന്നാലെ പോക്കാണ് ഇത്തിബാ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ എവിടെങ്കിലൊക്കെ ഒരു സ്റ്റെപ്പ് അവിടെയും ഇവിടെയൊക്കെ എടുത്തിട്ട് ബാക്കി നമുക്ക് തോന്നുന്ന സ്റ്റെപ്പിൽ വഴിയിലൂടെ ഒക്കെ പോയിട്ട് തിരിച്ചു വേടെ വന്നിട്ട് ഒരു സ്റ്റെപ്പിൽ കാല് വെച്ച് അടുത്ത സ്റ്റെപ്പിൽ കാല് വെച്ചിട്ട് പോക്കല്ല ഇത്തിബാ. ഓക്കെ, അപ്പം അങ്ങനെ എവിടെങ്കിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അവിടെ ഇവിടെ കുറച്ച് സുന്നത്ത് ഫോളോ ചെയ്തിട്ട് നമ്മൾ മാത്രമാണ് ദുനിയാവിലുള്ള ആകെയുള്ള സുന്നത്തിന്റെ അഹ്ലു സുന്നന്റെ ആൾക്കാരെന്ന് പറയലല്ല ഇത്തിബാ. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള എന്താ? നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും സമയവും സൗകര്യങ്ങളും ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാന്ന് അറിഞ്ഞിട്ട് അതിനെ ഫോളോ ചെയ്യുക, അല്ലെ. അതിനെ ഇത്തിബാ ചെയ്യലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ ഇങ്ങനത്തെ ട്രാപ്സിലൊന്നും ചെന്ന് പെടണ്ട. ആൻഡ് ഇത് പറയുമ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നോ പോയിന്റിങ് ടൈം. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് യെസ് ഞാൻ പെർഫെക്റ്റ് ഫോളോവർ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ന് പറയാൻ പറ്റൂല. കാരണം ഏത് സമയത്ത് എടുത്ത് നോക്കിയാലും, ഏതൊരാളെടുത്ത് നോക്കി കഴിഞ്ഞാലും എവിടെയെങ്കിലൊക്കെ നമ്മൾ എത്താത്തതുണ്ടാവും, അല്ലെ. നമുക്ക് ഇനിയും കുറെ ഫുഡ് സ്റ്റെപ്സ് കവർ ചെയ്യാനുണ്ടാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ നടന്ന് ആ വഴിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിലരിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ഇബാദത്തിലേക്ക് വരുമ്പം അവിടെ എത്തുന്നുണ്ടാവില്ല. അതുപോലെ ചിലർ ഇബാദത്ത് അതുപോലെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ ദഅവയിലേക്ക് എത്തുമ്പോൾ അതിന്റെ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. ചിലര് മറ്റു മനുഷ്യന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഡീൽ ചെയ്തോ ആ കാര്യങ്ങളിൽ വളരെയധികം ബെറ്റർ ആയ ആൾക്കാരായിരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുമായിട്ടുള്ള കണക്ഷന് അവർക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതേപോലെ തിരിച്ചും അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പോലെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ മനുഷ്യന്മാരായിട്ടുള്ള കണക്ഷൻ കിട്ടുന്നുണ്ടാവില്ല. അതേപോലെ സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഈ ഓരോ ഏരിയയിലും ഓരോരുത്തരും വേറെ വേറെ ലെവലുകളിലായിരിക്കും, അല്ലെ. ചിലർ തുടക്കക്കാരായിരിക്കും, ചിലർക്ക് നന്നായി പുരോഗമിച്ചിട്ടുണ്ടാവും, ചിലർ പുരോഗമിച്ചിട്ട് വഴി തെറ്റിപ്പോയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മൾ റിഗ്രസ് ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് അറിയാൻ ശ്രമിക്കുക. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? ദുആ ചെയ്യുക, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മളെ വഴിയിൽ ടെസ്റ്റുകൾ വരും. ഇത്തിബാഇന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഏത് കാര്യത്തിലും നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവിടെ അതിനെ തടസ്സം ഇട്ടുകൊണ്ട് പല രീതിയിലുള്ള ടെസ്റ്റുകൾ വരും. നമ്മളുടെ തന്നെ ഉള്ളിലുള്ള ടെസ്റ്റ് ഉണ്ടാവും, നഫ്സിന്റെ ടെസ്റ്റുകൾ ഉണ്ടാവും, ശൈത്താൻ തരുന്ന ടെംപ്റ്റേഷൻ ഉണ്ടാവും, അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് കൊണ്ടുവരുന്ന പല തടസ്സങ്ങളും ഉണ്ടാവും, മനുഷ്യന്മാരിൽ നിന്ന് തോന്നുന്ന രീതിയിലുള്ള വേറെ പല ടെസ്റ്റുകളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത്തിബാ ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റുകൾ വരും. അപ്പൊ നമ്മൾക്ക് ചെയ്യാനുള്ളത് കഴിവിന്റെ പരമാവധി അറിയുക, മനസ്സിലാക്കുക, ദുആ ചെയ്യുക, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ടെസ്റ്റുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായത്തോടു കൂടി ജയിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ഈ വരുന്ന എല്ലാ ആർഗ്യുമെന്റ്സും നമ്മൾ അവരുടെ ഫോളോവേഴ്സാണ്, ഇവരുടെ ഫോളോവേഴ്സാണ്, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നിങ്ങൾ ആ ടീമിൽ പെട്ടല്ല, അവർ ആ ടീമിൽ പെട്ടല്ല, നമ്മൾ മാത്രമാണ് ഈ ടീമിൽ പെട്ടത്, നമ്മൾ മാത്രമാണ് സലഫികൾ, നമ്മൾ മാത്രമാണ് ഖുർആന്റെ അഹ്ലുകാർ എന്നൊക്കെ പറയുന്നതൊക്കെയും അതായത് ആ ഒരു സർക്കിളിൽ പെട്ടുപോകല്, ആർഗ്യുമെന്റിന്റെ ആ ജഡ്ജ്മെന്റിന്റെ സർക്കിളിൽ പെട്ടുപോകല് ഇബ്ലീസിന്റെ ട്രാപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ക്ലിയർ ആയിട്ട് ഇത് പല സ്ഥലങ്ങളിൽ അതിന്റെ കാരണം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബഗയാണ്, ഹസദാണ്, അല്ലെ, ശത്രുതയാണെന്നൊക്കെ
പല സ്ഥലങ്ങളിൽ അള്ളാഹു ക്ലീൻ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അത് ഇബ്ലീസ് നമ്മുടെ ഉള്ളിൽ ഇട്ട് തരുന്ന അന ഖൈറും മിൻഹുവിന്റെ ആ ഒരു സീഡിലെ ഞാൻ അവരെക്കാൾ മികച്ചതാണ്, ഇനി അവര് എന്നെക്കാളും മികച്ചതായി പോയ അസൂയാണ് അല്ലെ, അത് എന്റെ വിത്താണ്. ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അത് ഇബ്ലീസിന്റെ ട്രാപ്പാണ്. അത് നമ്മളെ ആക്ഷനിൽ നിന്ന് അല്ലെ, റിയൽ ഇത്തിബാ എന്ന് പറയുന്നത് എന്താ, റിയൽ ആക്ഷൻ ആണ് അല്ലെ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഫോളോ ചെയ്യലാണ് റിയൽ ഇത്തിബ. അതിന് ആക്ഷൻ, അത് പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ നിന്ന് നമ്മളെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആർഗ്യുമെന്റ്സിലും സംസാരത്തിലും, അപ്പൊ നമ്മൾ ഇതുപോലത്തെ ആർഗ്യുമെന്റ്സിലൊക്കെ പെടുമ്പോൾ നമ്മൾ ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആവും അല്ലെ, നമ്മുടെ ഉള്ളിൽ നിന്ന് ക്ലാരിറ്റി പോവും. അപ്പൊ നമുക്ക് പലതും ചെയ്യാൻ പറ്റൂല, നമ്മൾ ചിന്തയിലും സംസാരത്തിലും കൺഫ്യൂഷനിലും മാത്രമായി പോകും. അത് ഇബ്ലീസിന്റെ ട്രാപ്പാണ്, അതിന് നമുക്ക് പോണ്ട. നമുക്ക് ഇവിടെ ഭൂമിയിൽ ആരടുത്തും പ്രൂവ് ചെയ്യാൻ ക്ലെയിം ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, ഞാൻ ഇന്നതിന്റെ ആൾക്കാരാണെന്നൊന്നും. ഓക്കെ, നമ്മൾ ഇത്തിബാ ചെയ്യുന്ന ആൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നും നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നമുക്ക് ചെയ്യാനുള്ളത് ഫസ്തബിഖുൽ ഖൈറാത്ത്, നമ്മൾ അതിന്റെ പിന്നാലെ അങ്ങോട്ട് ഓടുക, ഖൈറിന്റെ പിന്നാലെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ, നിങ്ങൾ എവിടെയാണെങ്കിലും എല്ലാരെയും ഞാൻ എന്താക്കും, ഒന്നിച്ചു കൊണ്ടുവരും. എന്തിനു വേണ്ടിയിട്ട്? ആ ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് അള്ളാഹ് തീരുമാനിക്കും നിങ്ങൾ ശരിക്കും എന്തിന്റെ ആൾക്കാരാണെന്ന് അല്ലെ. സുബ്ഹാനല്ലാഹ്, പല സ്ഥലങ്ങളിൽ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ ലൈനിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാണാം. നമ്മൾ ഇതുവരെ കണ്ടതിൽ തന്നെ സൂറത്തുൽ ബഖറയില് ഒരായത്തപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞത് ഫസ്തബിഖുൽ ഖൈറാത്തിനെ 113-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ. നിങ്ങൾ ഏതൊന്നിൽ അഭിപ്രായ വ്യത്യാസപ്പെട്ടിരിക്കുന്നോ ആ കാര്യത്തിൽ അള്ളാഹ് നിങ്ങളുടെ ഇടയിൽ യൗമൽ ഖിയാമയിൽ തീരുമാനം എടുക്കും. 213-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് 113 213 നിങ്ങൾ നോക്കുക. 253-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഈ പറഞ്ഞ ഡീവിയേഷൻസും അഭിപ്രായ വ്യത്യാസങ്ങളും അടികളും പെടികളും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ഭയങ്കര ബേജാറാണല്ലോ, എന്നാലും എന്തായിരിക്കും അവിടെ ഗ്രൂപ്പിസ്, എന്തായാലും എന്തായിരിക്കും അവര് തമ്മിൽ തല്ല്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വലൗ ശാ അല്ലാഹു മഖ്തതലു വലാകിന്ന അല്ലാഹ യഫ്അലു മാ യുരീദ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ പോരടിക്കുമായിരുന്നില്ല, പക്ഷെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു അല്ലെ. അപ്പൊ അള്ളാഹ് അത് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അടി ഉണ്ടാക്കുന്നവർ അടി ഉണ്ടാക്കിക്കോട്ടെ, ആർഗ്യുമെന്റ്സ് നടത്തുന്നവർ ആർഗ്യുമെന്റ്സ് നടത്തിക്കോട്ടെ. നമ്മൾ എന്താ ചെയ്യാനുള്ളത്? അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആരാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഔല എന്ന് പറഞ്ഞത്? ലല്ലദീന ഇത്തബഊഹു, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ ഖുർആന്റെ സുന്നത്തിന്റെ ആൾക്കാരാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു സന്തോഷം തോന്നണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖുർആനും സുന്നത്തും മനസ്സിലാക്കുക, ഫോളോ ചെയ്യാം. അതിന്റെ വഴിയിൽ വരുന്ന ടെസ്റ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൊണ്ട് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എവിടെയും നിന്ന് സ്റ്റക്കായി ആരടുത്തും ഒന്നും പ്രൂവ് ചെയ്യാനൊന്നും നമുക്ക് നോക്കണ്ട അല്ലെ. അപ്പം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും ദുനിയാവില്. ഇതിനൊക്കെ എന്താ സൊല്യൂഷൻ? അതും അള്ളാഹ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് ക്ലൂ അള്ളാഹ് തന്നിട്ടുണ്ട് അല്ലെ. അല്ലദീന തബഊഹു വഹാദൻ നബിയു വല്ലദീന ആമനു. അപ്പം ഈമാൻ ഷാർപ്പാക്കുന്ന കാര്യം മറന്നേ പോണ്ട അല്ലെ. നമ്മള് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്നതിന്റെ കൂടെ അല്ലെ, ഈമാന്റെ കാര്യം നമ്മൾ ഇങ്ങനെ എപ്പോഴും ഷാർപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഈമാൻ ഷാർപ്പൻ ചെയ്താലേ നമുക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും ഫോളോ ചെയ്യേണ്ട രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്തടുത്ത ആയത്തുകളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ കാണാം. ഈമാൻ എന്താന്ന് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ഈമാനെ ഷാർപ്പൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈമാൻ എന്താന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഈമാനെ കൊണ്ടുവരണം. അപ്പം നമ്മൾ അസ്മാൽ ഹുസ്ന ക്ലാസ്സുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ പേരുകളും അല്ലെ നമുക്ക് ഓരോ വിശ്വാസങ്ങളാണ്. യെസ്, അള്ളാഹ് ഇന്നതാണ്, അള്ളാഹിന്റെ പേര് ഇന്നതാണ്, അള്ളാഹിന്റെ സിഫത്ത് ഇന്നതാണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഈമാൻ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ. അങ്ങനെ നമ്മൾ ഈമാനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉറപ്പായിട്ടും വരുന്ന ഒരു കാര്യമാണ് ആ വഴിക്കുള്ള ടെസ്റ്റുകൾ. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് ഞാൻ കയറ്റിവിടൂല അല്ലെ. അപ്പൊ നമ്മളെ വിശ്വാസം കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എല്ലാ വഴിക്കും ടെസ്റ്റുകൾ കൊണ്ടുവരും. നമ്മളെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ അള്ളാഹ് ടെസ്റ്റ് കൊണ്ടുവരും. അപ്പം നമ്മളുടെ ഈമാന്റെ വഴിയിൽ വരുന്ന ടെസ്റ്റുകളെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹിന്റെ സഹായത്തോടു കൂടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈമാനിനെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എത്രത്തോളം നമ്മൾ ആ ലാഡറിൽ മേലേക്ക് കയറി പോകുന്നു അത്രത്തോളം ആയിരിക്കും നമ്മളുടെ ഈമാൻ ബെറ്റർ ആവുന്നത്. അപ്പൊ ഈമാൻ എന്താന്ന് മനസ്സിലാക്കുക അല്ലെ. കാരണം ഈമാൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും സുന്നത്തിലും കൂടെ ഇറക്കിയിട്ടുള്ള, കാരണം ഗൈബായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. ലദീന യുഅ്മിനൂന ബിൽ ഗൈബാണ്, ഗൈബിലാണ് വിശ്വസിക്കേണ്ടത്. ഗൈബ് നമ്മൾ എങ്ങനെയാ അറിയാതെ വിശ്വസിക്കുക? അപ്പൊ അള്ളാഹ് എന്താണ്, അള്ളാഹിന്റെ സിഫാത്തുകൾ എന്താണ്, തൗഹീദ് എന്താണ്, സ്വർഗം എന്താണ്, നരകം എന്താണ്, യൗമുൽ ഖിയാമ എന്താണ്, ഇതൊക്കെ നമ്മൾ
പഠിച്ചാൽ തന്നെ നമുക്ക് അതിനകത്ത് വിശ്വസിക്കാനും ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിതം സെറ്റ് ചെയ്യാനും, ആ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന പരീക്ഷണങ്ങളെ നമുക്ക് നേരിടാനും പറ്റുള്ളൂ. അപ്പം എത്രത്തോളം നമ്മളുടെ ഈമാൻ ബെറ്റർ ആണോ അത്രത്തോളം നമുക്ക് ആ ലാഡർ, ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി പോവാം. എത്രത്തോളം കയറുന്നോ അത്രത്തോളം ഈമാൻ ബെറ്റർ ആവും. ആൻഡ് എത്രത്തോളം ബെറ്റർ ഈമാൻ ആകുന്നോ അള്ളാഹ് നമ്മളുടെ അത്രയും ബെസ്റ്റ് വലിയാവും അല്ലേ. അള്ളാഹ് നമ്മുടെ വലിയാവുമ്പം ബെസ്റ്റ് വലിയാവുമ്പോൾ അല്ലെ, നമ്മൾ ഈമാൻ മെച്ചപ്പെടുന്നതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ അടുത്ത് കൂടുതൽ കൂടുതൽ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ തരും. അപ്പൊ നമ്മൾ അള്ളാഹ് ഗൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ പിന്നെ ഈ പറഞ്ഞ കൺഫ്യൂഷൻസിന്റെയും ഡിബേറ്റ്സിന്റെ ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചുറ്റുപാട് എന്ത് നടന്നു കഴിഞ്ഞാലും നമ്മൾ അത് ബാധിക്കില്ല. നമ്മൾ അതിനകത്ത് ടെംപ്റ്റഡ് ആയിരിക്കും ഓൾറെഡി അള്ളാഹുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ വഴിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ട്രാക്കിൽ കയറുന്നോ അത്രയും പെട്ടെന്ന് അൽഹംദുലില്ലാഹ് ഖൈർ. എത്രയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഗെറ്റ് ലോസ്റ്റ് ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്ത് ഇവിടെ ഡിസ്കസ് ചെയ്ത് ആ പ്രശ്നത്തിലൊക്കെ കയറ്റി ഈ പ്രശ്നത്തിൽ കയറ്റി അത് ചിന്തിച്ച് കുഴപ്പിച്ച മനസ്സ് കൺഫ്യൂഷൻ ആക്കിയിരിക്കുന്നു, അത്രത്തോളം നമ്മുടെ ആക്ഷൻസ് കുറയും, അത്രത്തോളം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കുറയും, ക്ലാരിറ്റി കുറയും, ഫോളോയിങ് കുറയും, ആക്ഷൻ എല്ലാം നമ്മൾ മൊത്തം കുഴപ്പമാവും. നമുക്ക് അള്ളാഹു വലിയായിട്ട് കിട്ടാനുള്ള സാധ്യതയും മങ്ങി മങ്ങി പോയിക്കൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ.